കോൺ മസാല ഉണ്ടാക്കാനായിട്ട് 200 ഗ്രാം മഷ്റൂം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓയിസ്റ്റർ മഷ്റൂമാണ്. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. കഴുകിയെടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. കുറച്ച് വലിയ സൈസിലുള്ള മഷ്റൂം ആയിരുന്നു. ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. മഷ്റൂം പാക്കറ്റിൽ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്ത് ഇത് ഉപയോഗിക്കുന്നതിൻ്റെയും ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. അതനുസരിച്ച് ചെയ്താൽ മതി. ചില മഷ്റൂമിൻ്റെ തൊലി പൊളിച്ച് കളയേണ്ടി വരും. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ തൊലിയൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഷ്റൂമാണ്. ഇനി ഇതിനാവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ്: 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് ചേർക്കുന്നതിന് പകരമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ഏലക്ക, 4 ഗ്രാമ്പ്, 1 ഇഞ്ച് നീളത്തിലുള്ള 1 കഷ്ണം പട്ട. മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടായിരുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നല്ലതുപോലെ ചൂടായിരുമ്പോഴേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കാം. ജീരകം പൊട്ടി തുടങ്ങുമ്പോഴേക്ക് പട്ട, കറിവേപ്പ്, ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. സ്പൈസസ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൈസസ് എല്ലാം പൊട്ടി ഒരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി വരണം. സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി സവാളയിൽ ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാള ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ലപോലെ വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നവരൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. പൊടികൾ ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വരണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിയുള്ള തൈര് ചേർക്കരുത്. ചെറിയ പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്താൽ മതി. തൈര് ചേർത്ത് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് എണ്ണയെല്ലാം തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂണും കൂടെ ചേർത്ത് കൊടുക്കാം. കൂൺ ചേർത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം. മസാല എല്ലാം കൂണിൽ പിടിക്കുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളമെല്ലാം ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുക്കർ മൂടി 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2 വിസിൽ മതി. 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൂണെല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി അഥവാ ഉലുവയില ഉണക്കിയത് കയ്യിൽ വെച്ച് നല്ലപോലെ തിരുമ്മിയെടുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർത്തിട്ടില്ല. ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം. ക്രീം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം.
ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്